നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചോറിനൊപ്പം കഴിക്കാനായിട്ട് മാമ്പഴം കൊണ്ട് തയ്യാറാക്കിയെടുക്കാവുന്ന രുചികരമായ നല്ലൊരു മാമ്പഴ പുളിശ്ശേരിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ചെറിയൊരു എരിവും മാമ്പഴത്തിൻ്റെ മധുരവും തൈരിൻ്റെ പുളിയെല്ലാം ചേർന്നിട്ട് സ്വാദിഷ്ടമായ മാമ്പഴ പുളിശ്ശേരി എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഇതുപോലെ ചെറിയ വലുപ്പത്തിലുള്ള നന്നായി പഴുത്ത് നല്ല മധുരമുള്ള 5 നാടൻ മാമ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഈ മാങ്ങയെല്ലാം നമുക്ക് നന്നായി കഴുകി തൊലിയെല്ലാം ഒഴിവാക്കിയ ശേഷം പുളിശ്ശേരി തയ്യാറാക്കാൻ പാകത്തിനുള്ള ഇതുപോലെ ഒരു മൺചട്ടിയിലോ അതല്ലെങ്കിൽ ചൂട് കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് എരിവിനാവശ്യമായ പച്ചമുളകാണ്. പുളിശ്ശേരിയിൽ പച്ചമുളകിൻ്റെ എരിവാണ് മുന്നിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു സൈസിലുള്ള 6 പച്ചമുളക് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചതച്ചെടുത്ത ശേഷം ഇതിലേക്ക് ചേർക്കാം. നമ്മുടെ കയ്യിലുള്ള പച്ചമുളകിൻ്റെ എരിവനുസരിച്ച് ആവശ്യമായ പച്ചമുളക് നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ്. ഒപ്പം തന്നെ മധുരത്തിനായിട്ട് ഇതുപോലെ ചെറിയൊരു കഷ്ണം ശർക്കര കൂടി ചേർക്കാം. നമ്മൾ എടുക്കുന്ന മാങ്ങയ്ക്ക് മധുരം കുറവാണെങ്കിൽ കറിയൊന്ന് തയ്യാറായി വരുമ്പോൾ നോക്കിയിട്ട് തൈരിൻ്റെ ആ ഒരു പുളിയും കറിയുടെ മധുരം എല്ലാം ഒന്ന് ബാലൻസായി കിട്ടാനുള്ള ശർക്കര നമുക്ക് പിന്നീട് ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു മുളക് പൊടി ചേർക്കാം. സാധാരണ പുളിശ്ശേരിയിൽ മുളക് പൊടി ചേർക്കാറില്ല. കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് മുളക് പൊടി ചേർത്തത്. ഒപ്പം തന്നെ നല്ലൊരു കളറിനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് മാങ്ങയൊന്ന് വെന്ത് കിട്ടാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലേക്ക് മാങ്ങയൊന്ന് മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ 1.5 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. വെള്ളം ഒഴിച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം സ്റ്റവ് ഓൺ ചെയ്ത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഇതുപോലെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഒരു മീഡിയം തീയിൽ വെച്ച് ഈ മാമ്പഴമെല്ലാം നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. മാമ്പഴം ഒന്ന് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ഒരു തേങ്ങ അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു മുറി തേങ്ങ, അതായത് മീഡിയം സൈസിലുള്ള ഒരു തേങ്ങയുടെ പകുതി ഒന്ന് ചിരകിയെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ പുളിശ്ശേരിക്ക് രുചി കൂട്ടാനായിട്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് ചേർക്കാം. ഒപ്പം തന്നെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്തിട്ട് ഇത് നമുക്കൊരു മിക്സി ജാറിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഇതൊന്ന് അരഞ്ഞു കിട്ടാൻ ആവശ്യമായ 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒട്ടും തരിയില്ലാതെ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇവിടെ നമ്മുടെ മാമ്പഴം വേവാനായി വെച്ചിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മൂടിയൊന്ന് തുറന്ന ശേഷം അടി പിടിക്കാതിരിക്കാനായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ മാമ്പഴം വേവിക്കാനായി വെച്ച വെള്ളം പകുതിയായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അതിനായിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് കൂടി നമുക്കിത് തുറന്ന് വെച്ച് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ വീണ്ടും ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മാമ്പഴം എല്ലാം പാകത്തിനൊന്ന് വെന്ത് പാകമായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പ് ചേർക്കാം. തേങ്ങ അരപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം തേങ്ങയുടെ പച്ചച്ചുവല ഒന്ന് മാറി കറിയിലേക്കൊന്ന് ചേർന്ന് കിട്ടാനായിട്ട് ഒരു മീഡിയം തീയിൽ 3 മിനിറ്റോളം നമുക്കിത് തുറന്ന് വെച്ച് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഏകദേശം 3 മിനിറ്റോളം വേവിച്ച് തേങ്ങയുടെ പച്ചച്ചുവല ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് 1 കപ്പ് അളവിൽ തൈര് ചേർക്കാം. മൺചട്ടി ആയതുകൊണ്ട് പാത്രത്തിൻ്റെ ചൂടിൽ തന്നെ തൈര് ആവശ്യത്തിനൊന്ന് വെന്ത് പാകമായി കിട്ടിക്കോളും. തൈരിൽ കട്ടകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ഒഴിവാക്കി കിട്ടാനായിട്ട് മിക്സിയിലൊന്ന് അടിച്ച് ചേർക്കുകയാണെങ്കിൽ കറി കാണാനായിട്ട് നല്ലൊരു ഭംഗിയുണ്ടാവും. തൈര് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ സമയം നമുക്കിതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർക്കാം. തൈര് ചേർക്കുമ്പോൾ പുളി കുറഞ്ഞ തൈരും കൂടുതൽ പുളിയുള്ള തൈരും ഒഴിവാക്കിയിട്ട് പാകത്തിന് പുളിയുള്ള തൈര് ചേർക്കുന്നതാവും കറിക്ക് കൂടുതൽ സ്വാദ് നൽകുന്നത്. മധുരം കുറവായിട്ട് തൈരിൻ്റെ പുളി മുന്നിട്ട് നിൽക്കുന്നതായി തോന്നുന്നുണ്ടെങ്കിൽ മധുരത്തിനായിട്ട് കുറച്ച് ശർക്കരയോ അല്ലെങ്കിൽ പഞ്ചസാരയോ ചേർക്കാം. എരിവും പുളിയും മധുരവും എല്ലാം ഒന്ന് ബാലൻസായി നിൽക്കുമ്പോഴാണ് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിക്ക് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്കിതിലേക്കൊന്ന് താളിച്ച് ചേർക്കാം. അതിനായിട്ട് സ്റ്റവിൽ ഒരു പാൻ വെച്ച ശേഷം ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കി എടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഒപ്പം തന്നെ 1/4 ടീസ്പൂൺ ഉലുവയും 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത ശേഷം കറിക്ക് നല്ലൊരു ഭംഗി കിട്ടാനായി ഇതിലേക്ക് ഒരു നുള്ളു മുളക് പൊടി കൂടി ചേർത്തിട്ട് ഇത് നമുക്ക് കറിയിലേക്കൊന്ന് താളിച്ച് ചേർക്കാം. താളിച്ച് ചേർത്താൽ ഉടനെ കഴിക്കാതെ ഇതുപോലെ തന്നെ മൂടി വെച്ച് കറി നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം കഴിക്കുന്നതും കൂടുതൽ നല്ലത്. അങ്ങനെ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെസിപ്പിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. മറ്റു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക് യു.